ഞങ്ങളുടെ പാലക്കാട് യാത്രയുടെ സ്റ്റാർട്ടിംഗ് ആണ്. വേണ്ടേ അമ്മുണ്ട്, രാത്രിയാണ്. അമ്മുണ്ട്, അപ്പുണ്ട്, പപ്പുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതാണ് ചേച്ചിയൊക്കെ താമസിക്കുന്ന ഫ്ലാറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ വന്ന് രാവിലെ ഒരു 6 മണിക്കായപ്പോൾ എത്തി. എന്നിട്ട് പിന്നെ ഞങ്ങൾ രാത്രി മുഴുവൻ ഡ്രൈവിംഗ് ആയിരുന്നുകൊണ്ട് ഞാനൊക്കെ 2 മണിക്കൂർ കിടന്ന് ഉറങ്ങി നാവിഗേഷൻ ഇരുന്നുകൊണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഇറങ്ങാറാവുന്നു. ഇനി ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ചെറുതുരുത്തിയിലുള്ള എക്കോ ഗാർഡനിലോട്ടാണ് പോകുന്നത്. ആ റിസോർട്ടിലാണ് ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തേക്കുന്നത്. ഉണ്ണിക്കുട്ടനും കൂടി ഇനി ചേട്ടന്മാർ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലത്തോട്ട് പോവാണ്. ചേട്ടന്മാരവിടെ ഭയങ്കര ക്രിക്കറ്റ് കളിയാണ്. കാണിച്ചു തരാം. ക്രിക്കറ്റ് കളിക്കുന്നു. അവരുടെ കൂട്ടത്തിൽ ചിത്തുചേട്ടനും ദീപും പപ്പുവും കുഞ്ഞുണ്ണിയും അപ്പൂച്ചിയാണ് മെയിന്. പക്ഷെ മീനാച്ചും നമ്മുടെ അമ്മുക്കുട്ടിയും അപ്പുക്കുട്ടനും കൂടി ഇവിടെ ബൈക്ക് കാണാൻ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനും ഉണ്ണിക്കുട്ടനും കൂടെ അവരെ കാണാനും ഇറങ്ങി. വേണ്ടേ പിന്നെ ആക്റ്റീവായിട്ട് ഇവർ രണ്ടുപേരും അവിടെ ബാറ്റിങ്ങിനും ചിത്തുവും കണ്ണനും കൂടെ ഇറങ്ങിയപ്പോൾ ഇവർ ഫുള്ള് സൂപ്പറായിട്ട് ടീം സെറ്റ് ചെയ്ത് കളിയാണ് ഇവിടെ. ഞങ്ങളുടെ ഗെറ്റ് ടുഗദർ ചെറുതുരുത്തിയിലെ എക്കോ ഗാർഡനിൽ വെച്ചിട്ടാണ്. ഇവിടെ ഇങ്ങനെ കുറേ ഹെറിറ്റേജ് ഹോംസ് ഉണ്ട്. അവിടെ തന്നെ നമുക്ക് മറ്റേ ആയുർവേദിക് ആയിട്ടുള്ള മസാജസും തിരുമലും ഒക്കെ അവൈലബിൾ ആണ്. ചേച്ചി ഒന്ന് കഴുത്ത് മസാജ് ചെയ്യാനൊക്കെ പോയായിരുന്നു. ഞങ്ങളിവിടെ പിള്ളേർ പല വിഭാഗമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ട്രാംപോലീൻ ഉണ്ട്. ട്രാംപോലീൻ്റെ അകത്ത് ഉണ്ണിക്കുട്ടനും മീനാക്ഷിയും അമ്മുക്കുട്ടിയും അപ്പുക്കുട്ടനും ഒക്കെ ചാടലാണ്. ഞങ്ങൾ ഇപ്പുറത്ത് ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്തോട്ട് ബോട്ടിങ്ങിൻ്റെ പാറമടയുണ്ട്. പക്ഷേ പാറമട ഇവിടെ കുറേ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. മെയിനായിട്ട് കുറേ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. എല്ലാവരും വരുന്നുണ്ട്. ഇവിടെ ട്രാംപോലീനിൽ പോകുന്ന പോക്കാണ്. എന്നിട്ട് പിന്നെ ഇനി ഇവർ ട്രാംപോലീനിൽ തന്നെയായിരുന്നു അന്ന് ഫുള്ള്. ഇവർക്ക് കുറേ കളിക്കാനുള്ള ഇതുള്ളതുകൊണ്ട് ഈ ട്രാംപോലീനിൽ ഈ ചാട്ടം തന്നെയായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് കുറേ സമയം ഇവർക്ക് എൻഗേജ് ചെയ്തങ്ങ് പോകാൻ പറ്റി. പിന്നെ ആ ബൈക്കിലും ഒക്കെ ആയിട്ട്. പിന്നെ ഇവിടെ പിള്ളേർക്ക് സൈക്കിൾ ചവിട്ടാനുണ്ട്. കുറേ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു ഇവർക്ക്. സ്വിമ്മിംഗ് പൂളും അങ്ങനെ കുറേ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ അത്ര മോശമല്ലാത്ത നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ റിസോർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം സാധാരണ ഉള്ള ഗെറ്റ് ടുഗദറിനെ വെച്ചിട്ട് ജയൻ ചേട്ടൻ, ഞങ്ങളുടെ മൂത്ത ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ചേട്ടൻ ഇവിടെ അടുത്താണ് ചേട്ടൻ താമസിക്കുന്നത്. ചേട്ടൻ തൃശ്ശൂരാണ്. അപ്പം ആക്ച്വലി ചേട്ടൻ്റെ അങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങളും തൃശ്ശൂരിന് അടുത്തായതുകൊണ്ട് ചേട്ടന് പെട്ടെന്ന് വന്നിട്ട് പോകാൻ പറ്റി. അപ്പം ഉണ്ണിക്കുട്ടനും ഞങ്ങളെല്ലാവരും കൂടി രാവിലെ കഴിക്കാനായിട്ടുള്ള പോക്കാണിത്. പിറ്റേ ദിവസം രാവിലെ ഫുഡ് അടിക്കാനായിട്ടുള്ള പോക്കാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇവർ കളിച്ച് തീർന്ന് ക്ഷീണിച്ച് വരുമ്പോഴാണ് ജയൻ ചേട്ടൻ വരുന്നു എന്ന് അറിഞ്ഞത്. ജയൻ ചേട്ടൻ വന്നത് ഞങ്ങളുടെ ബോട്ടിങ്ങിൻ്റെ സ്ഥലം ഇതാണ്. ഇവിടെ വെച്ചിട്ടാണ് ബോട്ടിങ്. ഇത് ജയൻ ചേട്ടൻ ജസ്റ്റ് ബോട്ടിംഗ് ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെ നോക്കുകയാണ്. ഇനി ഞങ്ങൾ ബോട്ടിങ്ങിന് കയറും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചേട്ടൻ നിൽക്കുന്നുണ്ട്. ചേട്ടൻ നോക്കിയിട്ട് നമുക്ക് ബോട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ പിന്നെ അമ്മുവും ഞാനും ചേട്ടനും കൂടി ബോട്ട് ചെയ്തു. ഞങ്ങൾ ബോട്ടിങ്ങിൽ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ബോട്ടിങ്ങിന് പോകുന്നൊരു നല്ലൊരു അനുഭവം ഉണ്ടായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെറിയ കാലത്തെ ഏറ്റവും കൂടുതൽ ഞാൻ ക്ലോസ് ആയിരുന്നത് ജയൻ ചേട്ടനുമായിട്ടായിരുന്നു. പിന്നെ ഇവിടെയാണ് അവരുടെ ബോട്ടിംഗ് സെറ്റപ്പ്. ഇത് വേറൊരു പാറമട. അവർക്ക് 3-4 ഇങ്ങനെ കുളങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഏറുമാടം ഉണ്ട്. ഞാനും ജയൻ ചേട്ടനും കൂടി ഇവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പോയി. എന്നിട്ട് ജയൻ ചേട്ടൻ അവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ജയൻ ചേട്ടൻ ഇങ്ങനെ ഏറുമാടത്തിന്റെ മുകളിലൊക്കെ കയറി. ഇവിടെ കുറെ പാറയും കുന്നും കുറച്ച് ഹരിതാഭയും പച്ചപ്പൊക്കെയുള്ള സ്ഥലമാണ്. അതിൻ്റെ അടുത്താണ് ഈ ഏറുമാടമൊക്കെ. ഏറുമാടം നല്ലൊരു രസമുള്ള, കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം കഥ പറച്ചിലും പിള്ളേരുടെ കൂടെയുള്ള കളിയും ഒക്കെ ആയിട്ട് ഇവിടെ ഒന്നും എക്സ്പ്ലോർ ചെയ്തില്ല. ജയൻ ചേട്ടൻ വന്നുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തത്. ഞങ്ങളുടെ ഏറുമാടത്തിൽ നിൽക്കുന്ന ജയൻ ചേട്ടൻ. ഇതാണ് ഈ ഫോട്ടോസ്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇത് അജിച്ചേട്ടനും ജയൻ ചേട്ടൻ വന്നപ്പോൾ എടുത്ത പിക്ചറാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിള്ളേരും അജിച്ചേട്ടനും ജയൻ ചേട്ടനും എല്ലാവരുമായിട്ടിരുന്ന് കഥ പറച്ചിലായിരുന്നു. ഇത് കഴിഞ്ഞ് ഇവരെല്ലാവരും ജയൻ ചേട്ടനെ കൊണ്ട് ഊഞ്ഞാലാട്ടും ഒക്കെ ചെയ്ത് തലേ ദിവസത്തെ കുറേ മെമ്മറീസാണിതെല്ലാം. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കഴിച്ചിട്ട്
എല്ലാവരും യാത്രയായി. അങ്ങനെ ഈ വർഷത്തെ ഗെറ്റ് ടുഗദർ അടിപൊളിയായി.